ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ലേ? ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജപ്പാന്, ചൈന, തായ്വാൻ തുടങ്ങിയ രാജ്യത്തെ ജനങ്ങൾ വല്ലാതെ പേടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വല്ലാതെ ഭീതിയിലാണെന്ന് പറയാം. കാരണം വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്നുള്ളൊരു ഇതിലാണ് അവരിങ്ങനെ നിൽക്കുന്നതെന്ന് പറയാം. ഇതിന് കാരണം അവിടുത്തെ ഒരു ജപ്പാനിലെ റിയോ തസുഗി എന്നൊരു അവരുടെ ഒരു പ്രവചനമാണിപ്പോൾ അവിടെ ഉള്ളവരെ പേടിയിലാഴ്ത്തിയിരിക്കുന്നത് പറയാം. റിയോ തസുഗി ആരാണെന്ന് വെച്ചാൽ അവരൊരിങ്ങനെ 13 സ്വപ്നങ്ങളോളം അവരിങ്ങനെ കണ്ടിട്ടുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പോൾ അവർക്കൊരു ബുക്കുണ്ട്. ആ ഫ്യൂച്ചറിനെ അവർ കണ്ട ആ സ്വപ്നങ്ങൾ ആ ബുക്കിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ദ ഫ്യൂച്ചർ ഐസോ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അതിൽ 2025 ജൂലൈ 5-ന് ഒരു വലിയ ദുരന്തമുണ്ടാകുമെന്നാണ് അവർ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 2025 ജൂലൈ 5-ന് പുലർച്ചെ 4:18-ന് ജപ്പാന്, ചൈന, തായ്വാൻ തുടങ്ങിയ ഒരു രാജ്യങ്ങളിൽ വൻ ദുരന്തമുണ്ടാകുമെന്നും അവിടെ കടൽ തിളച്ച് മറിയുമെന്നും അതേ തുടർന്ന് വലിയ ദുരന്തം അവിടെ ഉണ്ടാകുമെന്നുമാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ആ കൃതിയിൽ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ജനങ്ങളെ വൻ രീതിയിൽ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ പോക്ക് വല്ലാതെ കുറഞ്ഞിരിക്കുകയാണെന്ന് പറയാം. കാരണം വിനോദ മേഖലയെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖല ഇത് വളരെയധികം ഈ ഒരു ന്യൂസ് വൈറലായതോടുകൂടി, വേൾഡ് വൈഡ് വൈറലായതോടുകൂടി ടൂറിസ്റ്റ് മേഖല ഇത് വളരെയധികം ബാധിച്ചിരിക്കുകയാണെന്ന് പറയാം. കാരണം ഇവരുടെ പ്രവചനത്തെ ജനങ്ങൾ ഇത്രയധികം പേടിക്കുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 13 സ്വപ്നങ്ങളാണ് ഇവർ കണ്ടത്. അതിൽ കോവിഡിനെ കുറിച്ചും ഇവരുടെ കൃതിയിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചു. അതോടൊപ്പം 2011 സംഭവിച്ച ജപ്പാനിൽ സംഭവിച്ച ആ ഒരു ഭൂകമ്പവും അതേ തുടർന്ന് സംഭവിച്ച സുനാമിയും വലിയ ഒരു സുനാമിയായിരുന്നു. വലിയ നാശനഷ്ടമാണ് അവിടെ വരുത്തിയത്. അതും ഇവരുടെ കൃതിയിൽ ഇവർ പരാമർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചത് കൊണ്ടാണ് ജനങ്ങൾക്കിപ്പോൾ പേടി, അല്ലെങ്കിൽ ജനങ്ങൾ വല്ലാതെ പേടിച്ചിരിക്കുവാൻ കാരണം. അതേ തുടർന്ന് പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴ വലിയ രീതിയിൽ മഴ പെയ്തിട്ട് വലിയ പ്രളയം അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇനി ഒരു പക്ഷേ 5-ാം തീയതി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയിലാണ് അവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം പോക്ക് കുറഞ്ഞതും എല്ലാത്തിനും കാരണം ഈ ഒരു സംഭവമാണ്. ഇവർ അവിടുത്തെ ജാപ്പനീസ് വാവാവാങ്കെ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ആ ഒരു കൃതി, അവരുടെ ആ ഒരു ബുക്ക് 1999-ലാണ് പബ്ലിഷ് ചെയ്തത്. പക്ഷേ ആദ്യം പബ്ലിഷ് ചെയ്തപ്പോഴൊന്നും അത്ര ഫേമസ് ആയില്ല എങ്കിലും 2011-ലെ ആ ഒരു ഭൂകമ്പത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സുനാമിക്ക് ശേഷമാണ് ഇവരുടെ ബുക്ക് വലിയ രീതിയിൽ ഇവർ ഫേമസ് ആവുകയും ബുക്ക് വലിയ രീതിയിൽ വിറ്റഴിക്കുകയും ചെയ്തത്. ദ ഫ്യൂച്ചർ ഐസോ എന്ന കൃതി, ആ ഒരു ബുക്ക് വലിയ രീതിയിൽ വിറ്റഴിച്ചത് 2011-ന് ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെയധികം ഭീതിയിൽ ആർന്നിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ്റൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വിലക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരുപക്ഷെ ഇത് വെറുമൊരു പ്രവചനമാകാം, അല്ലെങ്കിൽ ഇത് വെറുമൊരു സാധാരണ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ ഒട്ടനവധി പ്രവചനങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. 2000-ൽ ലോകം അവസാനിക്കും എന്നിങ്ങനെയുള്ള സാധാരണ പ്രവചനമായിരിക്കാം. പക്ഷേ ഏതായാലും ലോകം മുഴുവൻ ഇതിനെ ഉറ്റുനോക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സോഷ്യൽ മീഡിയയിലും അവിടെയുള്ള ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ ഇങ്ങനെ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തും കാണുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയത്. റിയോ തസുഗി അവരുടെ ആ ഒരു കൃതിയിലാണ് ഈ ജൂലൈ 5-നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.